നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഠിനംകുളത്തെ ആതിരയുടെ കൊലപാതകത്തിൽ ഇപ്പോൾ പ്രതിയുടെ മൊഴികൾ പുറത്ത്. ആതിരയെ ജോൺസൺ കുത്തിക്കൊലപ്പെടുത്തിയത് ലൈംഗിക ബന്ധത്തിനിടയിൽ. അതിക്രൂരമായിട്ടാണ് ആതിരയെ കൊലപ്പെടുത്തിയത് എന്ന് ജോൺസന്റെ മൊഴിയിൽ വ്യക്തമാകുന്നു. സംഭവ ദിവസം രാവിലെ 6:30 പ്രതി പെരുമാതുറയിലെ ലോഡ്ജിൽ നിന്ന് പുറത്തിറങ്ങുന്നു. മറ്റാരും ശ്രദ്ധിക്കാതിരിക്കാൻ ഇയാൾ കാൽനടയായി നേരെ കഠിനംകുളത്തേക്ക്. ഭർത്താവും കുട്ടികളുമൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതുവരെ വീടിന് പരിസരത്ത് ഇയാൾ ചുറ്റിക്കറങ്ങി നിന്നു. 9 മണിയോടെ ആതിരയുടെ വീട്ടിലേക്ക് ഇയാൾ നടന്നു കയറി. ആതിരയോട് ചായയിട്ട് തരാൻ ഇയാൾ ആവശ്യപ്പെട്ടു. തുടർന്ന് ആതിര അയാൾക്ക് ചായയിട്ട് നൽകാനായി നേരെ അടുക്കളയിലേക്ക്. ഭർത്താവ് ക്ഷേത്രത്തിലേക്ക് പൂജകൾക്കായി പുറപ്പെട്ടാൽ പിന്നീട് 11:30 മണി കഴിഞ്ഞേ വരൂ എന്ന് ആതിരയ്ക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായ സമയം ഇതാണ് എന്ന് ആതിരയ്ക്കറിയാം. ആതിര അടുക്കളയിലേക്ക് പോയ സമയം തൻ്റെ കയ്യിലിരുന്ന കത്തി നേരെ ബെഡ്റൂമിൽ കയറി ബെഡിനടിയിൽ ഒളിപ്പിച്ചുവെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ചായ കുടിച്ചതിനു ശേഷം രണ്ടുപേരും ഒരുമിച്ച് നേരെ ബെഡ്റൂമിലേക്ക്. ലൈംഗിക ബന്ധത്തിനുള്ള താല്പര്യം ആതിരയ്ക്കുമുണ്ടായിരുന്നു എന്നയാൾ പറയുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ ബന്ധത്തിലേർപ്പെട്ടു. നേരത്തെ തന്നെ ആതിരയെ കൊലപ്പെടുത്തണമെന്ന് താൻ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. ആതിര തന്നെ വിട്ടുപോകാനുള്ള ശ്രമങ്ങൾ ഇതിനകം തുടങ്ങിയിരുന്നുവെന്നാണ് ജോൺസൺ പോലീസിന് നൽകിയ മൊഴി. താനും ആതിരയും തമ്മിലുള്ള ബന്ധം ഭർത്താവും ചില ബന്ധുക്കളുമൊക്കെ അറിഞ്ഞു എന്ന സംശയം ആതിരയ്ക്കുണ്ടായിരുന്നു. തുടർന്ന് പലവട്ടം തന്നെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ആതിര നടത്തിയിരുന്നു. എന്നാൽ തന്നെ കാണുമ്പോൾ ആവേശത്തോടെ ആതിര തന്നെയായിരുന്നു ഓടിയെത്തിയിരുന്നത് എന്ന് ജോൺസൺ പറയുന്നു. ലൈംഗിക ബന്ധത്തിനിടയിൽ തൻ്റെ മനസ്സിൽ വീണ്ടും പകയാളിക്കത്തി. ആതിര തന്നെ ഒഴിവാക്കുമോ എന്ന ഭയം. തുടർന്ന് താൻ ബെഡിനടിയിലിരുന്ന കത്തി എടുത്ത് അവളുടെ കഴുത്തിൽ കുത്തി എന്നതാണ് ഇപ്പോൾ ജോൺസന്റെ മൊഴി. കത്തി കഴുത്തിലേക്ക് കുത്തിയിറക്കിയതിനു ശേഷം കത്തി വലിച്ചൂരി വീണ്ടും കഴുത്തറുത്തുവെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. താൻ ധരിച്ചിരുന്ന ഷർട്ടിൽ ഇതിനെ തുടർന്ന് രക്തം പുരണ്ടു. തുടർന്ന് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് താൻ പുറത്തിറങ്ങിയത്. ആതിരയുടെ സ്കൂട്ടർ എടുത്ത് നേരെ ചിറയിൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നീട് ട്രെയിൻ മാർഗം കോട്ടയത്തേക്ക്. മജിസ്ട്രേറ്റ് ജോൺസന്റെ മൊഴി രേഖപ്പെടുത്തി. വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ മൊഴിയെടുക്കൽ. കുറിച്ചിയിൽ ഇയാൾ ഹോം നേഴ്സായി ജോലി ചെയ്ത വീട്ടിൽ നിന്നുമാണ് ചിങ്ങവനം പോലീസ് ഇന്നലെ ഇയാളെ കസ്റ്റഡിയിലാക്കി നേരെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. 1 വർഷത്തിലധികമായി ആതിരയുമായി അടുത്ത ബന്ധം. പലപ്പോഴും ആതിരയും ഒന്നിച്ചു കറക്കം. പൂജാരിയായ ഭർത്താവ് ക്ഷേത്രത്തിലേക്ക് പോയാൽ പിന്നെ ആതിര സ്കൂട്ടർ എടുത്ത് പുറത്തിറങ്ങും. മാസം 2-3 ദിവസം ഇയാൾ പെരുമാതുറയിലെത്തും. ആതിരയുമൊത്ത് കറങ്ങുകയാണ് ഇയാളുടെ ലക്ഷ്യം. ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടാണ് ആതിര ജോൺസനെ പരിചയപ്പെടുന്നത്. പിന്നീട് ഇരുവരും തമ്മിൽ നിരന്തര ചാറ്റിംഗ്. ആദ്യം സൗഹൃദമായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ജോൺസന്റെ ഉള്ളിലിരിപ്പ് മറ്റൊരു ബന്ധത്തിലേക്ക് വകമാറി. പൂർണ്ണമായും ജോൺസന് കീഴ്പ്പെട്ട ആതിര പിന്നീട് ജോൺസൺ ആവശ്യപ്പെട്ടതനുസരിച്ച് പലപ്പോഴും പണം നൽകി. ഇതിനകം തന്നെ 1 ലക്ഷത്തിലധികം രൂപ ഇയാൾ ആതിരയിൽ നിന്ന് വാങ്ങിച്ചെടുത്തു. ആതിരയുടെ നഗ്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ ഇയാൾ പകർത്തിയിരുന്നു. അവ കാട്ടി ആതിരയെ പിന്നീട് ഭയപ്പെടുത്തിയിരുന്നു. തന്നിൽ നിന്ന് അകന്നാൽ ഈ ഫോട്ടോയും വീഡിയോകളുമൊക്കെ മറ്റുള്ളവരെ കാട്ടുമെന്ന് പറഞ്ഞ് ഇയാൾ ആതിരയെ ഭയപ്പെടുത്തി. ആതിരയില്ലാതെ തനിക്ക് ജീവിക്കാൻ വയ്യെന്നും ആതിര തൻ്റെ കൂടെ ഇറങ്ങി വരണമെന്നും ഇടക്കാലത്ത് അയാൾ ആവശ്യപ്പെടാൻ തുടങ്ങി. ഇതോടെ പരിഭ്രമിച്ചു പോയ ആതിര ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഭർത്താവിന് ജോൺസണെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമെന്നാണ് ഇപ്പോൾ പോലീസ് വിശ്വസിക്കുന്നത്. തുടക്കത്തിൽ ആതിര ഭർത്താവിനോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും രാജീവ് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നില്ല. നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയങ്കരനാണ് പോറ്റിയായ രാജീവ്. ഈ പോറ്റിയുടെ കുടുംബത്തിൽ ഇത്തരമൊരു ദുരവസ്ഥയുണ്ടായല്ലോ എന്ന് പരിതപിക്കുകയാണ് ഇപ്പോൾ കഠിനംകുളത്തെ നാട്ടുകാർ. വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കിയ രാജീവ് പതറിപ്പോയെന്നും അതുകൊണ്ടാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താതിരുന്നത് എന്നും പോലീസ് വിശ്വസിക്കുന്നു. 11:30 മണിയോടെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭാര്യ. എന്നാൽ അതിലപ്പുറം മറ്റു ചില വസ്തുതകൾ കൂടി അയാൾ മനസ്സിലാക്കിയതോടെ ആകെ തകർന്നുപോയി. ജോൺസണെക്കുറിച്ചുള്ള വിവരങ്ങൾ അതുകൊണ്ടാണ് മുഴുവനായി അയാൾ പോലീസിനോട് പറയാത്തത്. നേരത്തെ തന്നെ ആതിര ചില സൂചനകൾ രാജീവിനോട് നൽകിയിരുന്നു. എല്ലാം തൻ്റെ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് ആതിര ഭർത്താവിനോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ പരിചയപ്പെട്ട ഒരു യുവാവ് തന്നെ ഫോളോ ചെയ്യുന്നുവെന്നും തന്നെ വധിക്കുമെന്ന് ഭയപ്പെടുത്തിയെന്നുമൊക്കെയാണ് അവൾ രാജീവിനോട് പറഞ്ഞത്. ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന നിലയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ സ്വയം പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ തന്നെ മറ്റ് 2 യുവതികളുമായി സമാനമായ സാഹചര്യത്തിൽ ബന്ധം തുടരുന്നുവെന്ന സംശയം പോലീസിന് ശക്തമാണ്. അക്കാര്യത്തിലും അന്വേഷണം ഇപ്പോൾ തുടരുന്നു. നേരത്തെ ഒരു മോഷണ കേസിലും ഒരു സ്ത്രീയെ ആക്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. കോട്ടയം ചിങ്ങവനം കുറിച്ചിയിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്.
അവിടെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ ഒരു ഹോം നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. 1 മാസം മുമ്പാണ് ആ വീട്ടിൽ അയാൾ ജോലിക്കായി ചേർന്നത്, ഒരു ഏജൻസി വഴി. കൊലപാതകത്തിന് ശേഷം രാധാകൃഷ്ണന്റെ വീട്ടിലെത്തി വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടു പോവുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ആതിരയെ കൊലപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഇയാളെ കൃത്യമായി ഫോളോ ചെയ്യാൻ ചില തടസ്സങ്ങൾ നേരിട്ടു. കോട്ടയം കുറിച്ചിയിലെ രാധാകൃഷ്ണന്റെ വീട്ടിൽ ഇയാൾ എത്തുന്നത് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. രാധാകൃഷ്ണന്റെ ഭാര്യയും മകനുമൊക്കെ നേരത്തെ മരിച്ചുപോയിരുന്നു. മകളെ വിവാഹം ചെയ്ത് അയച്ചതോടെ രാധാകൃഷ്ണൻ ഒറ്റയ്ക്കായി വീട്ടിൽ. കാലൊടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഒരു മുഴുവൻ സമയ പരിചരണത്തിനൊരാൾ വേണം. എഴുന്നേറ്റ് നടക്കാൻ രാധാകൃഷ്ണൻ ഇപ്പോൾ പ്രയാസമുണ്ട്. എന്നാൽ വീട്ടിൽ നിൽക്കുന്ന ഹോം നേഴ്സിന്റെ ഫോട്ടോ ശ്രദ്ധിച്ച രമ്യ ഇപ്പോൾ ടെലിവിഷനുകളിലൊക്കെ സംപ്രേഷണം ചെയ്യുന്ന വാർത്തകളിൽ ആതിരയുടെ കൊലപാതകയായി പറയുന്നത് തൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ ഹോം നേഴ്സാണോ എന്ന സംശയം. തുടർന്ന് ഇക്കാര്യം മറ്റു ചിലരോട് രമ്യ പ്രകടിപ്പിക്കുന്നു. ഇതിനിടയിൽ രമ്യയോട് 1000 രൂപ ജോൺസൺ കടം ചോദിക്കുന്നു. 1000 രൂപ വാങ്ങി എവിടെയെങ്കിലും രക്ഷപ്പെടുകയായിരുന്നു ജോൺസന്റെ ലക്ഷ്യം. എന്നാൽ രമ്യ അയാളെ കുടുക്കി. അയൽവാസിയായ CPM കുറിച്ചി ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ KR ഷാജിയെ രമ്യ ഫോണിൽ വിളിച്ചു. തനിക്ക് ഇപ്രകാരം ഒരു സംശയമുണ്ടെന്ന് ഷാജി അറിയിച്ചു. തുടർന്ന് ഷാജി ചില നാട്ടുകാരുടെ സഹകരണത്തോടെ വീട് വളഞ്ഞു. ചിങ്ങവനം പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തുമ്പോഴേക്കും നാട്ടുകാരുടെ പിടിയിൽ അകപ്പെട്ടിരുന്നു ജോൺസൺ. കുതറി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ വിജയിച്ചില്ല. തുടർന്ന് പോലീസ് എത്തി അയാളെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ അപ്പോഴേക്കും അയാൾ അബോധാവസ്ഥയിൽ അകപ്പെടുന്നത് പോലെ തോന്നി. പോലീസ് പരിശോധനയ്ക്ക് ശേഷം നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വിഷം കഴിച്ച നിലയിലാണ് ജോൺസനെ തങ്ങൾ കസ്റ്റഡിയിലെടുത്തത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. എലിവിഷമാണ് അയാൾ കഴിച്ചത്. നടുക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ജോൺസണിലൂടെ കേരളം മനസ്സിലാക്കുന്നതും. സമൂഹ മാധ്യമത്തിലൂടെ ഉള്ള ഒരു പരിചയം അത് പിന്നീട് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് മാറുന്നു. പൂജാരിയായ രാജീവിന്റെ ഭാര്യ ആതിരയ്ക്ക് സംഭവിച്ചത് കൃത്യമായ ചതിവ്. എന്തിനാണ് ഇത്തരമൊക്കെ ബന്ധങ്ങളിൽ ചെന്നു ചാടുന്നത് എന്ന് സമൂഹം ചോദിക്കുന്നു. അതിനൊന്നും ഉത്തരമില്ല. ആതിരയെക്കുറിച്ച് നല്ലത് മാത്രമേ അവിടുത്തെ നാട്ടുകാർ പറയുന്നുള്ളൂ. അവളെ കൊന്നത് അതിക്രൂരമായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.